ഇറാനിലെ തെരുവുകൾ വീണ്ടും കത്തുകയാണ്. കൊലയാളിയായ ഭരണാധികാരിയെ ഇനി തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സർവകലാശാലകളിൽ ചോരപ്പുഴ ഒഴുക്കി വിദ്യാർത്ഥി സമൂഹം തെരുവിലിറങ്ങുന്നു. ഖമനേയിക്കെതിരെ രോഷം പുകയുന്നു. മറുഭാഗത്ത് അമേരിക്കയുടെ വീർപ്പുമുട്ടിക്കൽ. അമേരിക്കയുടെ പടക്കപ്പലുകൾ ഒരറ്റത്ത് യുദ്ധസജ്ജമായി നിൽക്കുന്നു. ജിബ്രാൾട്ടർ കടലിടുക്കിൽ ഭീഷണി ഉയർത്തി USS ജെറാൾഡ് ആർ ഫോൾഡും. അറബിക്കടലിൽ ഇറാന്റെ ചലനങ്ങളൊക്കെ തന്നെ ഒളിഞ്ഞു നോക്കി USS എബ്രഹാം ലിങ്കണും വല വിരിക്കുന്നു. ഭയന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖമനേയിയും നെഞ്ചുവിരിച്ചു മുന്നിൽ. വെറുമൊരു മിസൈൽ യുദ്ധമായിട്ടല്ല, മറിച്ച് ആത്മാഭിമാനത്തിന്റെ പോരാട്ടമായിട്ടാണ് ഭരണകർത്താക്കൾ ഇതിനെ നോക്കിക്കാണുന്നത്. ആഭ്യന്തരമായും അല്ലാതെയുമുള്ള യുദ്ധം. പശ്ചിമേഷ്യയുടെ മണ്ണിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഖത്തറിലെയും ബഹ്റിനിലെയും താവളങ്ങളിൽ നിന്നും സൈനികരെ ഒഴിപ്പിച്ചുകൊണ്ട് അമേരിക്ക പല തരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് ഒരു കൗണ്ട് ഡൗൺ ടൈം തുടങ്ങിക്കൊടുത്തിരിക്കുന്നു. ആ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നുറക്കെ ഇറാൻ ഭരണാധികാരികളും പ്രഖ്യാപിക്കുന്നു. ജിബ്രാൾട്ടർ കടലിടുക്കിൽ വെള്ളിയാഴ്ച പ്രത്യക്ഷപ്പെട്ട USS ജെറാൾഡ് ആർ ഫോൾഡ് വെറും ഒരു കപ്പലല്ല, മറിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന കടലിന് മുകളിലൂടെ നീങ്ങുന്ന ഒരു സൈനിക താവളമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നായിട്ടുള്ള ഈ കപ്പലിനെ പശ്ചിമേഷ്യൻ കടലിടുക്കിലേക്ക് അയച്ചത് അമേരിക്ക കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി തന്നെയാണ്. ഇറാനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ. ഇതിനോടകം തന്നെ ഒമാൻ തീരത്തു നിന്നും വെറും 300 മൈൽ അകലെ എബ്രഹാം ലിങ്കണും നിലയുറപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഈ 2 ഇരട്ടപ്പടകൾ അറബിക്കടലിലും ഹോർമസ് കടലിടുക്കിലും വല വിരിച്ചിരിക്കുന്നു. ഇറാന്റെ സമുദ്ര വ്യാപാര പാതകളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ മേൽക്കൈ നേടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടിയാണ് അണിയറയിൽ നടത്തുന്നത്. ഇതിനിടയിലാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ കാഴ്ച കാണുന്നത്. ഖമനേയിക്ക് മരണം സംഭവിക്കട്ടെ എന്നും വേഗം പണി തീർക്കുമെന്നും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ സംഘർഷമുണ്ടായിരിക്കുന്നു. നിരവധി ആളുകൾക്ക് പരിക്കും സംഭവിച്ചു. രാജ്യവ്യാപകമായി നടന്ന ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ അനുസ്മരണത്തിനായി ഒത്തുകൂടിയതായിരുന്നു ഇവർ. പ്രക്ഷോഭകരെ സംബന്ധിച്ച് ആണവ തർക്കത്തിൽ അമേരിക്ക ഇറാനുമായി ഒത്തുതീർപ്പുന്നതിലൊന്നും തന്നെ താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാന്റെ മതഭരണകൂടത്തെ പുറത്താക്കാൻ അമേരിക്ക സഹായിക്കണമെന്നാണ് ഇറാനുള്ളിൽ വിദ്യാർത്ഥികൾ അടക്കം ആവശ്യപ്പെടുന്നത്. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായുള്ള ആവശ്യങ്ങൾക്കാണെന്നും എന്നാൽ ഏതെങ്കിലും വിദേശ ശക്തികൾ അതിൽ കടന്നുകയറാൻ ശ്രമിച്ചാൽ അവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നുമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞതുപോലും. ട്രംപിന്റെ അന്ത്യശാസനത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇറാനെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഇറാൻ ഭരണാധികാരികൾ പറയുന്നത്. ഭീഷണിപ്പെടുത്തി കീഴടക്കാമെന്നത് അമേരിക്കയുടെ വെറും വ്യാമോഹമായിരിക്കും. ഓരോ ദിവസവും ഇറാന്റെ പ്രതിരോധം കൂടുതൽ കനപ്പിക്കുന്നു. സാമ്രാജ്യത്വത്തിന്റെ മണ്ണിൽ സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിച്ചുകൊണ്ട് സ്വന്തം മണ്ണിലും നയങ്ങളിലുമൊക്കെ തന്നെ ഉറച്ചു നിൽക്കാനാണ് തങ്ങൾ തീരുമാനിച്ചത്. ആ നിശ്ചയദാർഢ്യത്തിൽ മുന്നോട്ട് നീങ്ങുമെന്നാണ് പറയുന്നത്. അമേരിക്കൻ ആധിപത്യത്തിന് മേൽ കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാനുമായിട്ട് ഉണ്ടാക്കിയ കരാറിൽ അനിശ്ചിതാവസ്ഥയിലായ സാഹചര്യത്തിൽ ഇറാന്റെ നേതാക്കളെ വകവരുത്തുന്ന നടപടിയിലേക്ക് ഒരുപക്ഷെ അമേരിക്ക കടക്കും. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഖമനേയിയെയും മകൻ മുസ്തഫയെയും പുരോഹിത നേതൃത്വത്തിലെ പ്രമുഖരെയും ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാനാണ് ട്രംപിന്റെ നീക്കമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇറാൻ ഒരു തരത്തിലും അണുബോംബ് നിർമ്മിക്കില്ലെന്ന് ഉറപ്പ് നൽകിയാൽ ആണവ സമ്പുഷ്ടീകരണം തുടരാൻ ഒരുപക്ഷെ അനുവദിച്ചേക്കും. പക്ഷേ വിപരീതമായി സംഭവിച്ചാൽ അമേരിക്ക ക്ഷമിക്കില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു. മിഡിൽ ഈസ്റ്റിൽ 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസമായി അമേരിക്ക ഇപ്പോൾ നടത്തുന്നതിനെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇറാന് പരമാവധി 15 ദിവസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. അതിനിടെ കരാറുണ്ടാക്കിയില്ലെങ്കിൽ ആക്രമിക്കുമെന്നാണ് ബോർഡ് ഓഫ് പീസ് സമ്മേളനത്തിൽ ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തത്. ഇറാനെ ആക്രമിക്കാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം വൈറ്റ് ഹൗസിൽ തന്നെ റിപ്പോർട്ട് നൽകി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അങ്ങനെ കനക്കുന്നു. ഈ 15 ദിവസത്തെ സമയമെന്നത് ട്രംപിന്റെ അന്ത്യശാസനം വെറും ഒരു പാഴ്വാക്കാകുമോ? അതിനുശേഷം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇതിനു മുന്നിൽ അടിയറവ് പറയാനായി ഇറാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടം വരെയും ലഭിക്കുന്ന സൂചനകൾ. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറുന്ന ഏതൊരു ശക്തിയെയും ചാരമാക്കാൻ കെൽപ്പുള്ള ഇറാന് മുന്നിൽ അമേരിക്കയുടെ വിലപേശൽ തന്ത്രം വിലപ്പോകില്ല എന്നാണ് ഭരണാധികാരികൾ പറയുന്നത്. പശ്ചിമേഷ്യയിലെ കാറ്റിൽ തന്നെ കനലായി ഇത് പടരുന്നു.
ലോക പോലീസിന്റെ ഗർവും ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടവും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്ന കൂടിയാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു യുദ്ധം തുടങ്ങിയാൽ അത് ഇറാന്റെ അതിർത്തിയിൽ മാത്രം നിൽക്കുന്നതല്ല, ഒതുങ്ങുന്നതല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ആഗോള സാമ്പത്തിക രംഗത്തെയും എണ്ണ വിപണിയെയും ഒക്കെ തന്നെ അത് സാരമായി ബാധിക്കും, വലിയ തോതിൽ ചാഞ്ചാട്ടമുണ്ടാക്കും. ലോകത്തിന്റെ ഊർജ്ജ സ്ഥിരയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ഇറാൻ അത് അടയ്ക്കാൻ തീരുമാനമെടുത്താൽ, ഇറാൻ അവിടെ വലിയൊരു രീതിയിലുള്ള നീക്കങ്ങൾ ആരംഭിച്ചാൽ ഇന്ധന വില എന്നത് കുതിച്ചുയരും. ആഗോള വിപണിയെ തന്നെ തകർത്ത് തരിപ്പണമാക്കും. അമേരിക്കയെ തന്നെയാണ് ഏറ്റവും ഗുരുതരമായി യൂറോപ്യൻ രാജ്യങ്ങളെ അടക്കം ഇത് ബാധിക്കും. കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ടല്ല ഇതിനെ നോക്കേണ്ടത്, ലോകക്രമത്തെ പോലും മാറ്റിമറിക്കാൻ സാധ്യതയുള്ള അതിശക്തമായ ഒരു യുദ്ധമായി, പ്രത്യാഘാതങ്ങളുടെ ഒരു നിരയായി തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ഭരണകൂടമായിട്ടല്ല ഇറാൻ ഇന്ന് നിലനിൽക്കുന്നത്. ശക്തമായ സന്ദേശം കൊടുക്കുന്നു. അതിന് കൃത്യമായ രീതിയിൽ അവർ തന്ത്രങ്ങളും മെനഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ സമ്പുഷ്ടീകരണ പ്രക്രിയയും ആണവ സാങ്കേതിക വിദ്യയും രാജ്യത്തിന്റെ അന്തസ്സായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകളെന്ന അമേരിക്കയുടെ ഔദാര്യത്തെ അവർ വേണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. വരാനിരിക്കുന്ന 15 ദിനം വെറുമൊരു സമയപരിധിയല്ലാതെ അമേരിക്കൻ മേധാവിത്വത്തോടുള്ള ഇറാന്റെ മറുപടി ആയിരിക്കുമെന്നാണ് ലോകം ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുന്നത്. സമാധാനത്തിന്റെ ഒരു വാതിൽ കൂടി തുറക്കുമോ, അതോ ലോകം ഇന്ന് വരെ കാണാത്ത വലിയൊരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമോ? ഈ കാര്യം തന്നെയാണ് അറിയാനായിട്ടുള്ളത്. സൈനിക നടപടി ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആയിരിക്കും ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. യുഎന്നിലെ ഇറാൻ സ്ഥാനപതിയായിട്ടുള്ള അമീർ സയ്യിദ് ഇർവാനി ഇതിനോടൊക്കെ തന്നെ ഇക്കാര്യം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. UN സെക്രട്ടറി ജനറലും രക്ഷാസമിതി അധ്യക്ഷനും അയച്ച കത്തിലാണ് പ്രത്യാക്രമണം നടത്താനുള്ള തങ്ങളുടെ നിയമപരമായ അവകാശം, സന്നദ്ധത വെളിപ്പെടുത്തുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ഉൾപ്പെടെയുള്ള ബ്രിട്ടന്റെ താവളങ്ങൾ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് വേണ്ടി ഉപയോഗിച്ചേക്കും. ട്രംപിന്റെ സമൂഹ മാധ്യമ പോസ്റ്റും ഈ കത്തിൽ എടുത്തു പറയുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ആക്രമണ രീതി, ആ പ്രസ്താവന, അത് വലിയൊരു അപകടത്തിന്റെ സൂചന കൂടിയാണ്. ആ പ്രത്യാഘാതം മേഖലയ്ക്ക് മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിനും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ്. അതുകൊണ്ട് ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കുക എന്നാണ് ഇർവാനിയുടെ മുന്നറിയിപ്പ്. സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം നിയമവിരുദ്ധ ഭീഷണികളെ തടയാൻ UN രക്ഷാസമിതിയോട് ഇതിനോടകം തന്നെ ഇറാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണമാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. നയതന്ത്ര പരിഹാരങ്ങൾക്ക് സന്നദ്ധമാണ്, പക്ഷേ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല, വഴങ്ങില്ല. അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രയേലിന് നേരെ ഇറാൻ ഒരു ആക്രമണം നടത്തിയാൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള തിരിച്ചടി ആയിരിക്കും അവർ നേരിടാൻ പോകുന്നതെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോടകം തന്നെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ 3 രാജ്യങ്ങളും ഈ സന്നാഹമായ യുദ്ധ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇസ്രായേൽ സൈനികർക്ക് ഇതിനോടകം തന്നെ ഈ ഘട്ടത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. 2025 ജൂണിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കക്ഷി ചേർന്ന അമേരിക്ക ഇറാനെ അന്ന് ആക്രമിച്ചിരുന്നു. മറുപടിയായി ഖത്തറിലെ US-ന്റെ അൽ ഉദൈദ് വ്യോമതാവളത്തിലേക്ക് ഇറാൻ മിസൈൽ അയച്ചു. ചൊവ്വാഴ്ച ജനീവയിൽ നടന്ന 2ാം-വട്ട ചർച്ചയിൽ കരട് രൂപരേഖ തയ്യാറാക്കാനും 3ാം-വട്ട ചർച്ചയിൽ അന്തിമ കരാറിന് രൂപം നൽകാനുമാണ് അമേരിക്കയും ഇറാനും നിലവിൽ തീരുമാനിച്ചിരുന്നത്. ഇറാന്റെ ആണവായുധ അഭിലാഷങ്ങൾ തടയാനുള്ള സമ്മർദ്ദ തന്ത്രം തന്നെയാണ് ഇവിടെയുള്ളത്. 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സേനാവിന്യാസം അമേരിക്ക ഇപ്പോൾ നടത്തുന്നതും കഴുത്തു ഞെരിക്കൽ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ജെറാൾഡ് വെള്ളിയാഴ്ച മെഡിറ്ററേനിയനിലെത്തി. എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി 1 മാസത്തോളമായി ഈ മേഖലയിൽ തുടരുന്നു. ഇതൊക്കെ തന്നെയാണ് യുദ്ധസന്നാഹത്തെ, കാഹളത്തെ വിളിച്ചുണർത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.